മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഒട്ടും ഭയപ്പെടാതെ വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ നടുവിൽ ശാന്തനായി നിൽക്കുന്ന ഒരു വയോധികൻ. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഈ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുന്നതിനു മുൻപ് ഇതിന് പിന്നിലെ വലിയൊരു കഥ നമ്മൾ അറിയണം. ഒരടിമയായി പിടിക്കപ്പെട്ട് അന്യദേശത്ത് ചെന്ന് ഒടുവിൽ സാമ്രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരിയായി മാറിയ ദാനിയേലിന്റെ കഥ. BC 605 ജെറുസലേം നഗരം ആക്രമിക്കപ്പെടുന്നിടത്താണ് എല്ലാം തുടങ്ങുന്നത്. ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസർ യഹൂദയെ കീഴടക്കുകയും അവിടത്തെ രാജകുടുംബത്തിലെ ബുദ്ധിമാന്മാരായ യുവാക്കളെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ദാനിയേലും അവന്റെ 3 സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവർ ബാബിലോണിലെത്തി. അവിടെ അവർക്ക് പുതിയ പേരുകൾ നൽകപ്പെട്ടു. ദാനിയേലിന് ബേൽഷസർ എന്ന പേരാണ് അവർ നൽകിയത്. ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ രാജാവിനെ സേവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അവിടെ ദാനിയേൽ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ പരീക്ഷണം നേരിട്ടു. രാജാവിന്റെ വിഭവസമൃദ്ധമായ എന്നാൽ ദൈവത്തിന് നിഷിദ്ധമായ ഭക്ഷണം കഴിക്കാൻ അവൻ നിർബന്ധിക്കപ്പെട്ടു. പക്ഷേ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ദാനിയേൽ രാജഭോജനം നിരസിക്കുകയും പകരം പച്ചക്കറികൾ മാത്രം മതിയെന്ന് ധൈര്യപൂർവ്വം പറയുകയും ചെയ്തു. 10 ദിവസത്തെ പരീക്ഷണത്തിനൊടുവിൽ രാജഭക്ഷണം കഴിച്ചവരെക്കാൾ ആരോഗ്യവാനായി ദാനിയേലിനെ ദൈവം കാണിച്ചു. ആ വിശ്വസ്തത കണ്ട ദൈവം അവന് മറ്റാർക്കുമില്ലാത്ത അറിവും ജ്ഞാനവും നൽകി അനുഗ്രഹിച്ചു. അങ്ങനെയിരിക്കെയാണ് നെബൂഖദ്നേസർ രാജാവിനെ അസ്വസ്ഥമാക്കിയ ആ വിചിത്രമായ സ്വപ്നമുണ്ടാകുന്നത്. താൻ എന്താണ് കണ്ടതെന്ന് രാജാവ് മറന്നുപോയെങ്കിലും അതിന്റെ അർത്ഥം ആരെങ്കിലും പറഞ്ഞു തരണം എന്ന് രാജാവ് വാശി പിടിച്ചു. ബാബിലോണിലെ ജ്ഞാനികളെല്ലാം പരാജയപ്പെട്ടപ്പോൾ മരണഭീഷണി നേരിട്ട ആ ഘട്ടത്തിൽ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ രഹസ്യം അവന് വെളിപ്പെടുത്തി. വരാനിരിക്കുന്ന ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള സ്വർണവും വെള്ളിയും ഇരുമ്പും ചേർന്ന വലിയൊരു പ്രതിമയുടെ ദർശനം ദാനിയേൽ രാജാവിനെ വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട രാജാവ് ദാനിയേലിനെ ബാബിലോണിലെ ഉന്നത അധികാരിയായി ഉയർത്തി. കാലങ്ങൾ കടന്നുപോയി. നെബൂഖദ്നേസറിന് ശേഷം പല രാജാക്കന്മാർ വന്നു. ദാനിയേൽ അപ്പോഴും ദൈവത്തോടുള്ള വിശ്വസ്തത തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം ബേൽഷസാർ രാജാവിന്റെ ഭരണകാലത്ത് കൊട്ടാരത്തിൽ വലിയൊരു വിരുന്നു നടക്കുകയായിരുന്നു. ദേവാലയത്തിൽ നിന്ന് അപഹരിച്ച വിശുദ്ധ പാത്രങ്ങളിൽ അവർ വീഞ്ഞി കുടിച്ചുല്ലസിച്ചു. പെട്ടെന്നാണ് ആ ഭയാനകമായ കാഴ്ച അവർ കണ്ടത്. ഒരു മനുഷ്യന്റെ കൈവിരലുകൾ വായുവിൽ പ്രത്യക്ഷപ്പെടുകയും കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ ആർക്കും മനസ്സിലാകാത്ത ചില വാക്കുകൾ എഴുതുകയും ചെയ്തു. രാജാവ് ഭയന്ന് വിറച്ചു. ഒടുവിൽ വൃദ്ധനായ ദാനിയേലിനെ അവർ വിളിച്ചുവരുത്തി. ആ എഴുത്തിന്റെ അർത്ഥം ദാനിയേൽ യാതൊരു ഭയവും കൂടാതെ രാജാവിനോട് പറഞ്ഞു. മേനെ മേനെ തെക്കേൽ പർസീൻ, അതായത് ദൈവത്തിന്റെ തുലാസിൽ രാജാവിനെ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ദാനിയേൽ പറഞ്ഞതുപോലെ തന്നെ അന്നു രാത്രി സംഭവിച്ചു. ബേൽഷസാർ കൊല്ലപ്പെടുകയും ബാബിലോൺ സാമ്രാജ്യം തകരുകയും ദാര്യാവേഷിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണം വരികയും ചെയ്തു. പുതിയ രാജാവായ ദാര്യാവേഷിനും ദാനിയേലിനെ വലിയ കാര്യമായിരുന്നു. രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയായി ദാനിയേലിനെ നിയമിക്കാൻ രാജാവ് തീരുമാനിച്ചു. എന്നാൽ ഇതിൽ അസൂയ പൂണ്ട മറ്റുദ്യോഗസ്ഥർ ദാനിയേലിനെ നശിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടത്തി. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവന്റെ ദൈവവിശ്വാസത്തെ തന്നെ അവനെതിരായുള്ള ആയുധമാക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനെയല്ലാതെ മറ്റൊരു ദൈവത്തെയും പ്രാർത്ഥിക്കരുത് എന്നൊരു നിയമം അവർ രാജാവിനെ കൊണ്ട് ഒപ്പിച്ചു. ഈ നിയമം ലംഘിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിലെറിയും എന്നായിരുന്നു കൽപ്പന. രാജകൽപ്പന പുറത്തു വന്നിട്ടും ദാനിയേൽ തന്റെ ശീലം മാറ്റിയില്ല. അവൻ പതിവ് പോലെ തന്റെ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ജെറുസലേമിന് നേരെ ജനൽ തുറന്നിട്ട് ദിവസത്തിൽ 3 നേരം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശത്രുക്കൾ അവനെ കൈയോടെ പിടികൂടി. രാജാവിന് ദാനിയേലിനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സ്വന്തം നിയമം ലംഘിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിയായ വേദനയോടെ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയാൻ രാജാവ് ഉത്തരവിട്ടു. ഗുഹയുടെ വാതിൽ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു. അന്ന് രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലെ ആഘോഷങ്ങളെല്ലാം അവൻ വേണ്ടെന്ന് വെച്ചു. നേരം വെളുത്ത ഉടനെ രാജാവ് സിംഹക്കുഴിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭയത്തോടും സങ്കടത്തോടും കൂടെ രാജാവ് വിളിച്ചു ചോദിച്ചു,
ദാനിയേലേ, നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുവോ? അത്ഭുതമെന്ന് പറയട്ടെ, ഗുഹയിൽ നിന്ന് ദാനിയേലിന്റെ ശാന്തമായ ശബ്ദം കേട്ടു. രാജാവേ, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചുകളഞ്ഞു. ഞാൻ ദൈവത്തിനു മുൻപിൽ നിരപരാധിയായതുകൊണ്ട് അവ എന്നെ ഒരു ഉപദ്രവവും ചെയ്തില്ല. രാജാവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ദാനിയേലിനെ അവർ ഗുഹയിൽ നിന്ന് പുറത്തെടുത്തു. അവന്റെ ശരീരത്തിൽ ഒരു പോരൽ പോലും ഉണ്ടായിരുന്നില്ല. ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ രാജാവ് ശിക്ഷിച്ചു. ദാനിയേലിന്റെ ദൈവമാണ് ജീവനുള്ള സത്യദൈവമെന്ന് രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു. ദാനിയേലിന്റെ ജീവിതം അവിടെയും അവസാനിച്ചില്ല. ദൈവം അവന് ഭാവിയിൽ നടക്കേണ്ടിയിരിക്കുന്ന ലോകാവസാനത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുമുള്ള വലിയ ദർശനങ്ങൾ നൽകി. 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും വളരെ വ്യക്തമായ പ്രവചനങ്ങൾ ദാനിയേലിലൂടെ ദൈവം ലോകത്തിന് നൽകി. ഒരു കൗമാരക്കാരനായി ബാബിലോണിൽ വന്ന് അന്യനാട്ടിലെ സംസ്കാരത്തിനും സമ്മർദ്ദത്തിനും നടുവിൽ ജീവിച്ചിട്ടും ഏകദേശം 90 വയസ്സുവരെ അവൻ തന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ബാബിലോൺ സാമ്രാജ്യം മാറി മേദ്യ പേർഷ്യൻ സാമ്രാജ്യം വന്നിട്ടും ദാനിയേൽ എന്ന മനുഷ്യൻ കുലുങ്ങിയില്ല. പ്രലോഭനങ്ങളിൽ വീഴാതെയും ഭീഷണികളിൽ തളരാതെയും എഴുന്നേറ്റുനിന്ന ദാനിയേവിന്റെ ജീവിതം ഏതു പ്രതിസന്ധിയിലും ദൈവം കൂടെയുണ്ടാകും എന്നതിൻ്റെ എക്കാലത്തെയും വലിയ തെളിവാണ്.